എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ചെന്നൈയിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടെ എനിക്കൊരു എക്സാം ഉണ്ട്, പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പോൾ ഇവരൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കല്ലേ. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം വെക്കേഷൻ എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെന്നൈയിലുണ്ടാവും ഇനി കുറച്ച് ദിവസം. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയി നോക്കാം. ഇവിടുന്ന് ട്രെയിൻ കയറി നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. കാരണം തൃശ്ശൂരിന് ട്രെയിൻ കയറാൻ കാരണം നമുക്ക് ഇന്ത്യൻ റെയിൽവേൻ്റെ കാര്യം അറിയാമല്ലോ, എപ്പോൾ നോക്കിയാലും ഫുള്ളായിരിക്കും. ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് ടിക്കറ്റ് കിട്ടിയത്. നമ്മൾ ഏർലി മോർണിംഗ് ഇവിടെ എത്തി. അനൗൺസ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും. ട്രെയിൻ വെയിറ്റ് ചെയ്ത് ഇവിടെ എന്തൊക്കെയാ കഴിക്കണൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റും ചായയും കുടിക്കാണ്. റോമോള് ബൂബോ ഞാനോ അവിടുന്ന് ഇഡ്ഡലി വടയൊക്കെ പെടുക്കും തോന്നുന്നുണ്ട്. റോമോളുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് കേട്ടോ അത്. അപ്പോൾ ട്രെയിൻ കാണുന്നതും ആദ്യമായിട്ടാണ്. റോമോള് ട്രെയിൻ കാണുന്നതും ഫസ്റ്റ് ടൈമാണ്, യാത്ര ചെയ്യണതും ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റെ ഒരു ഞാനും കുറെ കാലമായിട്ട്, കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ പോണത്. അപ്പോൾ എന്റെ റൂമോള് നല്ല എക്സൈറ്റ്മെന്റ് ആട്ടോ. ട്രെയിനൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ്. കാരണം കുറെ കാലത്തിന് ശേഷം അവള് കണ്ടിട്ടല്ല, ആദ്യമായിട്ട് കാണല്ലേ. റൂമോള് ഹലോ, എങ്ങോട്ട് പോണ്? ഞാനോ നമ്മളതല്ല കേട്ടോ. ഇല്ല ഇല്ല നോ പറഞ്ഞ കരയാട്ടോ. നോ പറയാൻ പാടില്ല ഞങ്ങക്ക്. നോ പറഞ്ഞ സങ്കടം വരും. അവിടെ വാട്ടർ ബോട്ടിൽ ആ വാട്ടർ ബോട്ടിൽ എടുക്കണേ നോ പറഞ്ഞത്. വേറൊരാളെ വെള്ളക്കുപ്പി എടുക്കാൻ പോയപ്പോ ഞാൻ നോ പറഞ്ഞതിന്റെ സങ്കടമാണ്. നോ പറയാനേ പാടില്ല. നോ പറഞ്ഞാൽ ചീത്ത ഇല്ല ഇല്ല, നമുക്ക് ഈ ഒരു സാധനം റൂമോളെ കരച്ചിലൊക്കെ മാറിയുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ അവളെ കൊണ്ട് നടക്കാണ്. കരച്ചിലൊക്കെ ഒന്ന് മാറി റെഡി ആവാൻ വേണ്ടിയിട്ട്. ഹലോ ഹലോ പൊന്നെ, എന്തോന്ന് സങ്കടാണോ? മിഠായി വേണോ? മിഠായി മിഠായി കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല ഡാൻസും കളിയൊക്കെ തുടങ്ങിയിട്ടോ. കരച്ചിലൊക്കെ ഇവിടെ നിന്നു. ഇത് കഴിഞ്ഞ നെക്സ്റ്റ് നമ്മളെ ട്രെയിനാണ്. അതിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് മൊത്തം നമ്മുടെ ലഗേജ് ആണ് കേട്ടോ. ഇതില് ലച്ചുവിന് എത്ര ബാഗ് ഉണ്ട് ലച്ചോ? 2 ബാഗ് ലച്ചുവിന്റെ ആണ്. രണ്ടൊന്നല്ലെന്ന് തോന്നുന്നു. കൊണ്ടുപോകണ്ട, അവിടെ ഇരുന്നോട്ടെ. അത് നമ്മള് ട്രെയിനിലൊക്കെ കേറിട്ടോ. സുട്ടിലച്ചു മുകളിലുണ്ട്, ഒരാളിപ്പുറത്തുണ്ട്. ഇങ്ങട്ടാ. അപ്പൊ നമ്മള് അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ് കേട്ടോ. ഏകദേശം 9 മണിയായിട്ടുണ്ട്. രാത്രി ഒരു 9:45 ആവും നമ്മള് ചെന്നൈയിൽ എത്തണമെങ്കിൽ. എന്റെ പരിപാടികളിലാണ് കേട്ടോ ഡ്രോയിങ്സും കാര്യങ്ങളും. ഞാൻ കുറച്ച് അവളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവളും കുറച്ച് ഇങ്ങനെ ഈ സ്ക്രീനിന്റെ മുന്നിൽ ടൈം കളയാണ്ടേ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നോളും. ചായയും പെണ്ണു, കട്ടൻ ചായയും പെണ്ണു, നല്ല കട്ടൻ ചായയും പെണ്ണു. റൂമോള് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. അല്ലോ ഇവരെത്തി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോ കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മള് ഇനി ഫുഡ് കഴിക്കണം. എന്തെങ്കിലും നല്ല വിശപ്പ്. എല്ലാരും നല്ല ഉറക്കണം. നമുക്ക് എല്ലാരും ഒന്ന് വിളിച്ചെണീപ്പിക്കാം. നമുക്ക് മേമ്മമാരൊക്കെ വിളിക്കണ്ടേ? വിളിക്കണ്ടേ? കറി ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഇത് റൈസ് നമ്മളെ കാണിച്ചു കൊടുത്ത പൊന്നിയരിയാണെന്ന് തോന്നുന്നുണ്ട്.
അല്ലേ അത് പൊന്നേരി അല്ലേ? പൊന്നേരിന്റെ റൈസ് എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല. നമുക്ക് ചപ്പാത്തി കഴിക്കാം. പക്ഷെ പൊന്നേരി കുറെ പേര് കഴിക്കും. ദുബായിലൊക്കെ ഉപ്പില്ല, ജോലിക്ക് പോകുന്നവരൊക്കെ കൂടുതൽ പൊന്നേരിയാണ്. ഞാൻ മട്ടരിന്റെ ആൾക്കാരാണ്. പാലക്കാട് മട്ട. അതെ, അപ്പൊ നമുക്കത് കഴിച്ചു. ഇവിടെ ബുബുശിര സ്പൂണിൽ ഇരിക്കണം. എന്താ പറഞ്ഞേ? അതെ, ലച്ചു ഇവിടുന്ന് വിട്ട് ബ്ലാങ്കറ്റ് പോരായിട്ട് മോളെ കയ്യിലുള്ള ബ്ലാങ്കറ്റ് കൂടി എടുത്തിട്ട് അവൾക്ക് തണുക്കുണ്ട് അത്ര. ഡയറക്റ്റ് എ സി ആണ്. അതുകൊണ്ടല്ല, എനിക്ക് ആരോഗ്യം ഇല്ലാത്തോണ്ടാ. ഞങ്ങൾക്കൊന്നും അത്ര തണുപ്പില്ലല്ലോ. ആ അതന്നെ. എത്ര ടൈം ഉണ്ട് എത്താന് അറിയോ? കൊറേ ഉണ്ട്. 9:30 10 എത്തുമ്പോത്തിന്. അപ്പൊ കൊറച്ചു നേരം ഒന്ന് ഉറങ്ങാല്ലേ? ഓക്കെ. ഫൈനലി ഞങ്ങളിത് റീച്ചായി. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് അങ്ങോട്ടേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമ്മൾ ആദ്യം ഓൺലൈൻ ക്യാബാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ കാണിക്കുന്നതിലും അധികം പ്രൈസ് അവർ നമ്മളടുത്ത് ചോദിച്ചു. ഫൈനലി ഞാൻ അവിടെയുള്ള കുറച്ച് ഓട്ടോക്കാരോടൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോ അടുത്തേൽ കാണാം അല്ലേ? അപ്പോൾ ബൈ.